ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ നിന്റെ നെക്സ്റ്റ് പ്ലാൻ? വിവാഹമാണോ അതോ പഠനമാണോ? കല്യാണം കഴിക്കണോ അതോ പഠിക്കാനാണോ നിനക്ക് ആഗ്രഹം? ഈ തവണ മുണ്ടയ്ക്കൽ കൊച്ചമ്മണി വന്നത് രാജുവിന്റെ കല്യാണം കൂടിയിട്ട് പോകാനാ. കല്യാണം കൂടിയിട്ടേ ഞാൻ പോകൂ. വാ അമ്മേ, നമുക്ക് അകത്തേക്ക് പോവാം. ശരി, അല്പം റെസ്റ്റ് എടുത്ത് കളയാം. ശരി പാട്ടെ. താൻ അറിഞ്ഞില്ലേ സോമരാജ കാര്യങ്ങള്? അവൻ തന്റെ അനുജന് ജനിച്ച മോൻ തന്നെ ആണോടോ? സോറി പറഞ്ഞേ, ഞാൻ തന്നോട് മാപ്പ് ചോദിക്കുന്നു. ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞില്ലടോ. ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയൊന്നുമല്ല. തന്റെ ചെറുക്കൻ ഒരു ഫ്രോഡാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ അറിഞ്ഞില്ലടോ, അവൻ ഇത്തരക്കാരനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. തന്നെ ബുദ്ധിമുട്ടിച്ചതിൽ താൻ എന്നോട് ക്ഷമിക്കേ. ശരി. പ്രതാപ, ആ മന്ത്രിയാണോ വിളിച്ചത്? റോഹന്റെ വല്യച്ഛൻ? അതെ, അയാൾ ക്ഷമ ചോദിക്കായിരുന്നു. അയാൾക്ക് അറിയില്ലല്ലോ അവൻ ഇങ്ങനൊരു സ്വഭാവ വൈകൃതമുള്ളവനാണെന്ന്. എന്തായാലും ആ ബാധ ഒഴിഞ്ഞു കിട്ടിയല്ലോ. കൃത്യസമയത്ത് രാജു ഇടപെട്ടുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാനാ നിന്റെ അടുത്തേക്ക് വന്നേ. എന്തേച്ചി? ഞാൻ പറയുമ്പോ നീ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ചേച്ചിയോട് എന്തിനാ ഒരു തെറ്റിദ്ധാരണ? ചേച്ചി കാര്യം പറയേ. ഋതികയ്ക്ക് നീ ഫ്രീഡം കൊടുത്തതൊക്കെ നല്ലത് തന്നെ. പക്ഷേ അവളുടെ വിവാഹ കാര്യത്തിൽ അങ്ങനൊരു സ്വാതന്ത്ര്യം കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ചേച്ചി, ഞാൻ അവൾക്ക് ആലോചിക്കുന്ന കല്യാണാലോചനകൾ എല്ലാം മുടങ്ങിപ്പോവല്ലേ? എന്നുവെച്ച് നീ അവളുടെ അച്ഛനല്ലേ? അവളെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാ. യാമിനി പലതും പറഞ്ഞു എന്ന് വെച്ച് നിന്റെ മനസ്സ് മാറേണ്ട ഒരു കാര്യമില്ല. നിനക്ക് നിന്റേതായ സ്വാതന്ത്ര്യം ഇല്ലേ? മോളെ, നീ ഒന്ന്. ഋതികേ, എന്താ നിന്റെ നെക്സ്റ്റ് പ്ലാൻ? വിവാഹമാണോ അതോ പഠനമാണോ? കല്യാണം കഴിക്കണോ അതോ പഠിക്കാനാണോ നിനക്ക് ആഗ്രഹം? എനിക്ക് തുടർന്ന് പഠിക്കാനാച്ച ആഗ്രഹം. എന്തായാലും അവള് രാജുവിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ, അതൊരാശ്വാസ. കഴിക്കമ്മ. അയ്യോ, അച്ഛൻ കഴിച്ചതായിരുന്നോ? ദയവായി എന്നെ അച്ഛാന്ന് വിളിക്കല്ലേ. വേണമെന്നോ
എടാന്നൊക്കെ വിളിച്ചാ മതി. തൊള്ളേ അല്ല മരുമോളുടെ അച്ഛനല്ലേന്ന് കരുതി വിളിച്ചതാ. ഞാനേ ചൈനീസ് ഫുഡേ കഴിക്കൂ. തുടങ്ങി. എനിക്ക് ഈ ചപ്പാത്തി ഇഡ്ഡലി ഒന്നും ഇഷ്ടല്ല. ആ രാവിലെ ചില്ലി ചിക്കൻ വേണം. ബറോട്ട എനിക്ക് മസ്റ്റാ. ഉച്ചക്ക് ചോറ്, നെമ്മീൻ മപ്പാസ്, തിരുത്ത ഫ്രൈ, ചെമ്മീൻ പൊരിച്ചത്, ആ പിന്നെ കുറെ പച്ചക്കറിയും പിന്നെ മോരുകറിയും. ഇതെന്താ ഫുഡ് ഫാക്ടറിയോ? ഏത് കൺവെയർ വഴി അകത്തേക്ക് പോണത്? പിന്നെ പുട്ടണഹള്ളി ഞാൻ വർക്ക് ചെയ്യുമ്പം ബ്ലാങ്കൂരി വന്നിട്ട് ഞാൻ ഡിന്നർ കഴിക്കൂ. ബ്ലാങ്കൂരല്ല, ബാംഗ്ലൂർ. എന്റെ നാക്കൊന്ന് വിളിക്കാതാ കൊച്ചേ. ദാണ്ടാ നീ കൂടുതൽ തിരുത്താനൊന്നും നോക്കണ്ട. പിന്നെ സിറ്റി എന്ന് പറഞ്ഞ ബൈക്കുള്ള സിറ്റി തന്നെ. അതെവിടെ അമ്മേ? ബോംബെയില്. ബോംബെ അല്ല, മുംബൈ. ദാണ്ടാ പെണ്ണേ നീ എന്നെ കൂടുതൽ പഠിപ്പിക്കണ്ട. ഈ ലോകം മുഴുവനും ചുറ്റിക്കറങ്ങിയോളാ ഞാൻ. നീ വെറും ഈനാച്ചി. ഈ അപകാരത്തെ എത്ര നാൾ സഹിക്കണം എന്റെ ഭഗവാനെ. കാര്യം ഒന്ന് സമാധാനത്തിൽ കഴിക്കേ. ഇത് ആരും ഒന്നും എടുത്തോണ്ട് പോകത്തില്ല. അമ്മേ വെള്ളം കുടിക്ക്. സൂക്ഷിച്ചു. എന്താ ഇത്? കുടിക്ക്. തിരുമലപ്പാളയത്ത് ഞാൻ വർക്ക് ചെയ്യുമ്പം വരദരാജ മുതലിയാരായിരുന്നു എന്റെ ബോസ്. അങ്ങേരിങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പം വിക്കി വിക്കി ചത്തുപോയി. വിക്കി വിക്കി ചത്തുപോയിന്നോ? അതെന്ത് മരണ? ഒരു കോഴിക്കാലെടുത്ത് ആർത്തിയോടെ അങ്ങ് വിഴുങ്ങി അങ്ങനെ ചത്തുപോയി. ഓ, കുക്കുട മരണം. ഭാഗ്യവാൻ. മറ്റൊരു ബോസ് മുരുകപ്പ ചെട്ടിയാര് ഭയങ്കരനായിരുന്നു. ഒരു ആടിനെയൊക്കെ മുഴുവനായിട്ട് വിഴുങ്ങി അങ്ങ് തിന്നും. ആ അമ്മേ ഒന്ന് വന്നേ. അത് മതി. സത്യത്തിലേ ഈ മുണ്ടക്കലമ്മ ലോകം മുഴുവൻ സഞ്ചരിച്ചു എന്ന് പറയുന്നത് നേരാണോ? അല്ല, ഇവർക്ക് എന്തായിരുന്നു ജോലി? അവര് വെറുതെ പൊങ്ങച്ചം പറയുന്നതാ. കേരളത്തിനകത്തും പുറത്തും വീട്ടുജോലിക്ക് പോവുമായിരുന്നു. ബെസ്റ്റ്. നോവിനാലേ